അങ്ങാടിയിൽ നിന്ന് പണിയെടുക്കുന്ന സാധാരണക്കാർക്ക് തലമറച്ചില്ലെങ്കിലും അവരെ സാക്ഷിക്കെടുക്കും. പക്ഷെ ഒരു പണ്ഡിതനാവുമ്പോ അദ്ദേഹം തലമറക്കാതെ അങ്ങാടിയിലൂടെ ഒക്കെ നടന്നാൽ സാക്ഷിക്കെടുക്കാൻ പറ്റൂല എന്ന് ഫത്വൽ മേലിലൊക്കെ ഉണ്ട്. അപ്പൊ ഇയാള് നമ്മൾ നാദാവത്തൊക്കെ വരുമ്പോൾ തലമറക്കാതെ വരിക. കാരണം എന്താ വെച്ചാൽ ഇത്തിബായി ജോർജ് ബുഷിനോടാണ്, അല്ലാണ്ട് അള്ളാന്റെ റസൂലിനോടല്ല. അപ്പൊ ഈ ജോർജ് ബുഷിന്റെ അസ്ഹാബികളിൽ പെടണമെങ്കിൽ തലമറക്കാതിരിക്കണമല്ലോ. അപ്പൊ തലമറക്കാതെ വന്ന ഈ മൗലവി അവിടെ ദുബായിലെത്തിയിട്ട് സ്റ്റേജിൽ കയറുമ്പോ തലമറക്കല് മാത്രമല്ല, ചോടൊരു തൊപ്പി, പിന്നെ ഒരു വലിയ തലയെ കെട്ടി, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ തട്ടം മൂപ്പര് നന്നാക്കുന്നതും കൂടി നിങ്ങൾക്ക് കാണാം. കാരണം ഇത് ഉള്ളിന്ന് പുറത്തായി പോലെ പെണ്ണുങ്ങളുണ്ടല്ലോ മുടി പുറത്താകുന്നു, അത് മാതിരി നന്നാക്കുന്നതും കൂടി നിങ്ങൾക്ക് കാണാം. അപ്പൊ ആദ്യമായിട്ട് ഇപ്പൊ കാണിക്കാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ കോലാണ്. ആ കോലമാക്കാൻ എന്താ കാരണം? അത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നെ പറയാം. അതായത് തലപ്പാവ് ധരിക്കൽ സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. അത് സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ അത് നബിയോട് ധിക്കാരമാണ്. ഉമർ മൗലവി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് പിന്നീട് കാണാം. പിന്നെ അവിടെ ആ പരിപാടി നടത്തിയ സംഘാടകൻ, ആ സംഘാടകൻ പറയുന്നുണ്ട് ഇസ്ലാമിന്റെ വസ്ത്രധാരണ ഇല്ല എന്ന് പറഞ്ഞാല് അത് ഡെൻമാർക്കിൽ ചെയ്തതിനേക്കാളും മോശമാണ്. അപ്പൊ മൂപ്പരും പറയുന്നത് ഇസ്ലാമിന്റെ വസ്ത്രധാരണ നിർബന്ധമാണ് അവിടുന്ന്. അങ്ങനെ അദ്ദേഹത്തിന്റെ കോലാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അവരെ പ്രസംഗങ്ങളും കോലൊന്ന് വെട്ട തട്ടം നന്നാക്കല്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനോടുള്ള മഹബത്തുള്ള ആളുകൾ വഴിക്കവലകളിൽ കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് റസൂലിനോട് സ്നേഹം കാണിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനോടുള്ള മഹബത്തുള്ള ആളുകൾ വഴിക്കവലകളിൽ കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് റസൂലിനോട് സ്നേഹം കാണിക്കേണ്ടതില്ല. കോല കണ്ടില്ല എല്ലാരും. അപ്പൊ ഇപ്പൊ ഒരു അമ്മായി തട്ടുകൊണ്ടിട്ട് ഒരു തൊപ്പിയെല്ലാം വെച്ച് ഒരമ്മായി ആയിട്ടാണ് ദുബായിൽ വരുന്നത്. ഇനി അതിന്റെ കാരണം നോക്കിക്കോളികള്, അത് വേറൊരാള് ഭീഷണിപ്പെടുത്തേണ്ട ആളെ കേട്ടോളൂ. സഹോദര, എന്താണ് നമ്മുടെ അവസ്ഥ? നമ്മുടെ ജീവിതം എന്താണ്? നമ്മുടെ കുടുംബ ജീവിതം എന്താണ്? നമ്മുടെ രഹസ്യ ജീവിതം എന്താണ്? നാം മനസ്സിലാക്കണം. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് മുസ്ലിമാണെന്ന് വേഷം കൊണ്ടോ രൂപം കൊണ്ടോ അറിയുന്നത് പോലും അപമാനമായി തോന്നുന്ന ഒരവസ്ഥയിലേക്കാണ് മുസ്ലിം സമൂഹം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നാശത്തിലേക്കുള്ള പോക്കാണെന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. മുസ്ലിമിന്റെ എന്തെങ്കിലും ഒരു അടയാളം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് അപമാനമാണെന്ന് കരുതി അവസാനത്തെ അടയാളവും ഒഴിവാക്കുന്നതിലേക്കാണ് മനുഷ്യരെത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്റെ മുമ്പിൽ ഇരിക്കുന്നത് യുവാക്കളാണല്ലോ കൂടുതൽ. വസ്ത്രധാരണത്തിൽ തിരുമേനി നിർദ്ദേശിച്ച ഒരു രൂപമുണ്ട്. ആ രൂപം പാലിക്കാൻ അതിശക്തമായി നാം തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അപഹസിച്ചവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നവർ, സിന്ദാബാദ് വിളിക്കുന്നവർ, പ്രമേയം പാസാക്കുന്നവർ, സെമിനാറുകൾ സംഘടിപ്പിക്കുന്നവർ ഓർക്കണം, തിരുമേനിയെ ഞാൻ എന്തുമാത്രം അപഹസിക്കുന്നു എന്ന്. ഇന്ന് പലരുടെയും വസ്ത്രം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ലാത്ത, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത വസ്ത്രമാണ്. അയാൾ തന്നെ പറയുന്നത് സെൽഫി പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. പറഞ്ഞാലും പുരുഷന്മാരും അത് സ്വീകരിച്ചു, സഹാബാ കിറാമിന്റെ ഭാര്യമാരും അത് അംഗീകരിച്ചു. വസ്ത്രം മുഴുവൻ കൃത്യമായി ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. അവിടെ ഇസ്ലാമിന്റെ വേഷം ധരിക്കണം. ഇനി നിങ്ങൾ കേട്ടോളൂ, കണ്ടോളൂ. സെൽസബി ഉമർ മൗലവി തലപ്പാവ് ധരിക്കുന്നതിനെ പറ്റി ഉമർ മൗലവി സങ്കടത്തോടെ പറയാ, നമ്മുടെ മുജാഹിദിന്റെ ഈ യുവാക്കളോട് പറയാണ്. സെൽസബിയിൽ കേട്ടോളെ, അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു. തലമറക്കൽ നബിയുടെ സുന്നത്താണെന്ന് പറയുന്നു. എന്റെ വാർദ്ധക്യത്തിന് മുമ്പും ഞാൻ ഇങ്ങനെ തന്നെ. നിങ്ങൾ യുവാക്കളെല്ലാം കൂടി കാര്യം കുഴപ്പത്തിലാക്കരുത്. ഇപ്പോൾ ഈയിടെയായി പല പുതിയ വാർത്തകൾ കേൾക്കുന്നു. വളരെ മനപ്രയാസം ഉണ്ടായിരിക്കുന്നു. പ്രബോധന വിജയത്തിന് വേണ്ടി കാലത്തിലൊപ്പിച്ച് കോലം കെട്ടണമെന്ന് പറയുന്നു. ഇതൊരു വലിയ ദുസ്സൂചനയാണ്. മസ്ജിദുൽ മുജാഹിദീൻ, മസ്ജിദുൽ സലഫി പോലെയുള്ള നാമകരണങ്ങളെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറയുന്നു. ഇങ്ങനെ പലതും കേട്ടിട്ട് വളരെ വിഷമം തോന്നുന്നു. ഞാൻ മുമ്പ് തന്നെ ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ്. എന്റെ ഖബറിൽ ഞാൻ ഏതായാലും ഒറ്റയായിരിക്കുമല്ലോ. ഉമർ മൗലവി പറയുന്നു, തലമറക്കണ്ട എന്ന് പറയുന്ന ഒരു ആശയം ഈ അടുത്ത് തുടങ്ങി റസൂലുള്ളാഹിയുടെ സുന്നത്തിനെതിരെ അതിൽ വിലപിക്കുകയാണ് ഉമർ മൗലവി. അപ്പൊ ഈ തലമറക്കൽ സുന്നത്തായതുകൊണ്ട് ദുബായിലെത്തിയപ്പോ നമ്മളെ മൗലവിന്റെ കോലമാണ് നിങ്ങൾ കണ്ടത്.